ചർച്ചയിലേക്ക് തിരികെ വരാം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ കെ ജയപ്രസാദ് ഒപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ കെ ജയപ്രസാദ്, പാക് സൈന്യത്തിലുണ്ടായ വിള്ളൽ, രാഷ്ട്രീയപരമായി നേരിട്ട പ്രതിസന്ധി, ബലൂചിസ്ഥാൻ മുന്നേറ്റം, ഭാരതത്തിൻ്റെ തിരിച്ചടി എല്ലാം കൂടിയായപ്പോൾ പാകിസ്ഥാൻ അപ്പാടെ തളർന്നുപോയോ? അതായത് ഈ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് ശേഷവും ഡ്രോണുകൾ അയക്കാൻ ആഗ്രഹിച്ചവരാണ് അവർ എന്നത് ഒരു വശത്ത് നിൽപ്പുണ്ട്. പക്ഷേ അതൊക്കെ എല്ലാം മറയ്ക്കാനുള്ള പുറപ്പാടായിരുന്നു. പാകിസ്ഥാൻ അപ്പാടെ തളർന്നു വീണു. ചരിത്രത്തിൽ നിന്നൊരിക്കലും പാഠം പഠിക്കാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരു രാജ്യത്തിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നോക്കുമ്പോൾ പാകിസ്ഥാന് ചില പരിമിതികളുണ്ട്. ഒന്ന്, ഇതൊരു ഞങ്ങൾ പറയാറുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ, ഇത് എ നാഷൻ വിത്തൗട്ട് നാഷണാലിസം. കാരണം അതിൻ്റെ പരമാധികാരം, സാധാരണ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഒരു ബിന്ദുവിൽ ഒരു ഓഫീസിലാണ് കേന്ദ്രീകരിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ്റെ പരമാധികാരം 4-5 ശക്തികളായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. അതിൽ ഒരു ഭാഗത്ത് സേന, മറുഭാഗത്ത് സേനയോടൊപ്പം തീവ്രവാദ സംഘടനകൾ. അത് പാകിസ്ഥാനിൽ റെസ്പെക്റ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടതാണ്. തീവ്രവാദ നേതാക്കളുടെ സംസ്കരണ ചടങ്ങിൽ ആർമി തന്നെ നേരിട്ട് പങ്കെടുക്കുന്നു, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് മത നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വം. ബാഹ്യമായിട്ട് ഏതാണ്ട് 6 പതിറ്റാണ്ടോളം അമേരിക്കയും കഴിഞ്ഞ 2-3 പതിറ്റാണ്ടായി ചൈനയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് പാകിസ്ഥാൻ്റെ നേതൃത്വം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പോലും ഈ അവസരത്തിൽ ഈ സംഘർഷത്തിൽ ഇടപെടുമ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല സംസാരിച്ചത്, അവിടുത്തെ സേനാ തലവനോടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു അന്തർദേശീയ തലത്തിൽ സാധാരണ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിലും ചർച്ചകളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന മറ്റ് വ്യവഹാരങ്ങളിലും പാകിസ്ഥാനെ നമുക്ക് കൊണ്ടുവരുന്നതിന് ചില പരിമിതികളുണ്ട്. കാരണം നമ്മൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമായിട്ട് ഉണ്ടാക്കുന്ന കരാറുകൾ ഒരിക്കലും പോലും അത് പാലിക്കപ്പെട്ടിട്ടില്ല. അത് ഭൂട്ടോയുടെ കാലഘട്ടത്തിലും അതുപോലെ നവാസ് ഷെരീഫിൻ്റെ കാലഘട്ടത്തിലും മിസ്സിസ് ഭൂട്ടോയുടെ കാലഘട്ടത്തിലുമൊക്കെ ഇന്ത്യ രാജ്യം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. കാരണം എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് സർക്കാർ കാലിൻ്റെ തുടക്കം മുതൽ ഏതാണ്ട് 2014 വരെ ഭാരതം പിന്തുടർന്നത് നയതന്ത്ര രംഗത്തൂടെ പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്നാണ്. പക്ഷെ അതൊരിക്കലും നടക്കില്ല. ഇപ്പോൾ 2014 ശേഷം ഒരു പുതിയ ഇന്ത്യ, അത് ഭാരതം മാത്രമല്ല ഇന്ന് ലോകം മുഴുവനും തിരിച്ചറിയുന്നു. പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും എടുത്തിരുന്നത് ലോ ഇൻറ്റൻസിറ്റി വാറാണ്. ഒരിക്കലും നേരിട്ട് യുദ്ധത്തിന് വരുന്നതിന് പകരം ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ വിഭാഗീയ പ്രസ്ഥാനങ്ങൾക്ക്, വർഗീയ പ്രസ്ഥാനങ്ങൾക്ക്, തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുക, സ്ഫോടന പരമ്പരകൾക്ക് പിന്തുണ കൊടുക്കുക, നുഴഞ്ഞുകയറ്റത്തിന് പ്രോത്സാഹനം കൊടുക്കുക. ആ തരത്തിൽ പാക് സ്പോൺസേഡ് ടെററിസമാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രധാന പദ്ധതി. അപ്പോൾ ഈ തരത്തിലൊരു പ്രതികരണം ഒരുപക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഭാരതത്തോട് ഏറ്റുമുട്ടാനുള്ള പ്രാപ്തി പാകിസ്ഥാനില്ല. പക്ഷേ ഭാരതം ഈ തരത്തിൽ പ്രതികരിക്കുമെന്ന് പാകിസ്ഥാനിലെ അല്ലെങ്കിൽ ഇതിന് പുറകിൽ നിന്ന ശക്തികൾ അതാരാണെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഇപ്പം പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണം, 26 ഇന്ത്യൻ പൗരന്മാരെ കൊന്നൊടുക്കിയ ആ ക്രൂരകൃത്യം നടത്തുന്നത് വളരെ ബോധപൂർവമാണ്. കാരണം ഭാരതത്തിലുണ്ടായ മാറ്റവും കഴിഞ്ഞ 6 വർഷമായി ജമ്മു കാശ്മീരിലുണ്ടായ മാറ്റവും, ടൂറിസം ഏറ്റവും വലിയ ഫ്ലോ ആയിരുന്നു കഴിഞ്ഞ ഇയറിൽ. അതുപോലെ ഈ വർഷം ടൂറിസം തുടക്കം കുറിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസം മുതൽ, ഏതാണ്ട് അടുത്ത് വരുന്ന 3-4 മാസങ്ങളിൽ അവിടെ ടൂറിസത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലഘട്ടത്തെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ആക്രമണം നടത്തിയത് വളരെ ബോധപൂർവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെങ്ങനെയാണ് പാകിസ്ഥാനെ നേരിടുക എന്നുള്ളത് പരമ്പരാഗത നയതന്ത്ര തലത്തിലുള്ള സംവാദങ്ങൾക്കും ചർച്ചകൾക്കും പാകിസ്ഥാൻ്റെ കാര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആ തരത്തിൽ ഒരു കൺക്ലൂഷനിലെത്തുന്നത് കഴിഞ്ഞ 75 വർഷത്തെ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ രാജീവ് സാർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, നമ്മൾ ഇനി ചെയ്യേണ്ടത് പാകിസ്ഥാനെ വീക്കൻ ചെയ്യുക എന്നുള്ളതാണ്, ദുർബലമാക്കുക എന്നുള്ളതാണ്. അപ്പം പാകിസ്ഥാനെ ദുർബലമാക്കുക എന്ന് പറയുന്നത് സൈനിക നടപടിയിലൂടെ മാത്രമല്ല, എല്ലാ തരത്തിലും, അതിനെ സാമ്പത്തികമായിട്ടും. ഇപ്പം നമുക്കറിയാം, നമ്മളുടെ നദീജല കരാർ നമ്മൾ സ്വയം വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. മറ്റ് പലതരത്തിൽ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഉണ്ടായി തുടക്കം കുറിച്ച് കഴിഞ്ഞു, അത് മുന്നോട്ട് കൊണ്ടുപോകണം. മറ്റൊന്ന്, ഏറ്റവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ
ബാൾക്കനൈസ് ചെയ്യുക എന്നുള്ളത്. കാരണം പാകിസ്ഥാൻ ഒരു ആർട്ടിഫിഷ്യലായി രൂപം കൊണ്ട ഒരു രാജ്യമാണ്. അതിന് ചരിത്ര പശ്ചാത്തലമോ ദേശീയ പശ്ചാത്തലമോ ഇല്ല. മതപരമായിട്ട് പോലും അതിനൊരു ഏകത്വമുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ബലൂചിസ്ഥാനും അതുപോലെ തന്നെയാണ് ഖൈബർ പാഖ്തൂൺ വിഭാഗങ്ങളും അല്ലെങ്കിൽ വസീറിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഒരിക്കലും പാകിസ്ഥാനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തില്ല. ശരിക്കും പാകിസ്ഥാൻ എന്ന് പറയുന്നത് പഞ്ചാബ് പാകിസ്ഥാനാണ്. ഈവൻ കറാച്ചിയിലെ ജനങ്ങൾ അല്ലെങ്കിൽ സിന്ധ് മേഖലയിലെ ജനങ്ങൾ പോലും പാകിസ്ഥാൻ ഭരണകൂടത്തോട് എല്ലാ കാലത്തും ഇടഞ്ഞു നിന്നവരാണ്. ശരിക്കും നമ്മൾ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പഞ്ചാബ് പാകിസ്ഥാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ദുർബലമാക്കുകയും ആ രാഷ്ട്ര ശരീരത്തെ അത് 3ആയിട്ടോ 2ആയിട്ടോ അല്ലെങ്കിൽ 4ആയിട്ടോ വിഭജിക്കുന്ന തരത്തിലേക്കുള്ള മൂവ്മെൻറ്റുകൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്ത്യക്ക് മുന്നേറണമെങ്കിൽ പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ ഒരു കേന്ദ്ര നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് നയതന്ത്ര രംഗത്തുകൂടെ ഒരു സൊല്യൂഷന് ഇവിടെ സ്കോപ്പില്ല. കാരണം നമുക്കറിയാം വാജ്പേയിയുടെ നേതൃത്വത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ലാഹോർ ബസ് ഡിപ്ലോമസിയുമായി മുന്നോട്ട് പോകുന്നത്. അതിന് സമാന്തരമായിട്ട് അന്ന് മിലിറ്ററി മുഷറഫിൻ്റെ നേതൃത്വത്തിൽ സമാന്തരമായിട്ട് കാറുകളിൽ നുഴഞ്ഞുകയറ്റം നടത്തുകയും അപ്പോൾ നമ്മളതിനെ വിജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആ വഞ്ചനയ്ക്ക് കൊടുത്ത വില, നമ്മുടെ രാജ്യം, നമ്മുടെ സേന അംഗങ്ങൾ കൊടുത്ത വില വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരം ചതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യവുമായിട്ട് നമുക്ക് നയതന്ത്ര രംഗത്തിലുള്ള യാതൊരു ചർച്ചകൾക്കും പ്രസക്തിയില്ല. മറ്റൊന്ന് നമുക്ക് കഴിയുന്നത് നമ്മളെടുക്കുന്ന ഇന്ന് എടുത്തതുപോലെ ഒഫൻസീവ് ലൈനാണ്. ഇതുവരെ നമ്മൾ സ്വീകരിച്ചിരുന്നത് പാകിസ്ഥാനോട് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഡിഫെൻസീവിലാണ്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും നമ്മളെ ആക്രമിക്കും, നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മുന്നിൽ അതുകൊണ്ട് അവതരിപ്പിക്കും. അതുകൊണ്ടൊന്നും അന്താരാഷ്ട്ര സമൂഹം ഒരിക്കലും നമ്മളെ കൂടെ പലപ്പോഴും നിന്നിട്ടില്ല. നമ്മൾ UN-ൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കാശ്മീർ വിഷയത്തിൽ, അതായത് 9/11 വരുന്നത് വരെ അമേരിക്ക എല്ലാ കാലഘട്ടത്തിലും ഭാരതത്തിനെതിരായ തീവ്രവാദ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല കാശ്മീരിലെ മുന്നേറ്റത്തിനെ വെസ്റ്റേൺ മീഡിയ പൂർണ്ണമായിട്ടും ഇന്നും അത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നുള്ള തലത്തിലാണ് കാണുന്നത്. അതായത് പാകിസ്ഥാൻ്റെ വാദങ്ങൾക്കാണ് 1948 മുതൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ എല്ലാ കാലഘട്ടത്തിലും മേൽക്കോയ്മ ലഭിച്ചത്. നമ്മൾ ഭാരതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭാരതത്തിൻ്റെ വാദങ്ങൾക്ക് അംഗീകാരം കിട്ടി. അത് ശരിയല്ല. ഇപ്പോഴും നമ്മൾ പാശ്ചാത്യ മീഡിയയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാകിസ്ഥാൻ കാശ്മീർ എന്ന് പറയുന്നത് അവർ ഉദാഹരണത്തിന് പഹൽഗാമിലുണ്ടായ കൂട്ടക്കൊലയ്ക്ക് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും വിശേഷിച്ചും അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് ഭീകരവാദികളെന്നല്ല, അത് ഗൺമാൻ എന്നാണ്. അപ്പം അതായത് ഭീകരവാദികൾ കൊന്നു എന്ന് പറയുന്നത് വരെ ഗൺമാൻ ഇന്ത്യൻ 26 ടൂറിസ്റ്റുകളെ കൊന്നു എന്നുള്ള തലത്തിൽ അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കിയത്. വീണ്ടും ചർച്ചയിലേക്ക് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ കെ ജയപ്രസാദ് ഉണ്ട്. ഡോക്ടർ കെ ജയപ്രസാദ്, അങ്ങ് പറഞ്ഞു വന്നത് നമ്മൾ മുൻപൊക്കെ പ്രതിരോധിക്കുന്ന രാഷ്ട്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രതിരോധിക്കൽ മാത്രമല്ല പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കൽ കൂടിയാണ് നമ്മുടെ സ്ട്രാറ്റജി എന്നാണ്. തുടരാം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ നേരത്തെ സ്വീകരിച്ചത് ഭാരതം പൊതുവേ ഒരു സമാധാനകാംക്ഷിയായ രാജ്യമാണ്. പൊതുവേ നമ്മുടെ ഭാരതത്തിലെ വിദഗ്ധന്മാരൊക്കെ തന്നെ വിദേശകാര്യ വിദഗ്ധന്മാരുമൊക്കെ പലപ്പോഴും പറയാറുള്ളത് ഒരു ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത പാകിസ്ഥാനേക്കാൾ ഉപരി സുശക്തമായ ഒരു പാകിസ്ഥാനാണ് ഭാരതത്തിന് നല്ലത് എന്നും അതുപോലെ സൗത്ത് ഏഷ്യയുടെ പൊതുവായ സുസ്ഥിരമായ മുന്നേറ്റത്തിന് പാകിസ്ഥാൻ സുശക്തമായി നിൽക്കേണ്ടതാണ് ആവശ്യമെന്നും അപ്പോൾ അതിനാവശ്യമായ സപ്പോർട്ടാണ് നമ്മളെല്ലാ കാലഘട്ടത്തിലും നൽകിയിരുന്നത്. പക്ഷേ അത് നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റുക മാത്രമല്ല, പാകിസ്ഥാൻ ഇന്ത്യയുടെ ശക്തിയെ എല്ലാ കാലത്തും കുറച്ച് കാണുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പലപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ ഭാരതത്തിൻ്റെ യഥാർത്ഥ ശത്രു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. പാകിസ്ഥാൻ ചൈനയുടെ കൈവശമുള്ള അല്ലെങ്കിൽ ചൈനയുടെ കയ്യിലെ ടൂളാണ്. അപ്പോൾ ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ എല്ലാ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്നത്. 1963 പാക് ഒക്കുപൈഡ് കാശ്മീർ എന്ന് നമ്മൾ പാക് അധിനിവേശ കാശ്മീർ ഏതാണ്ട് 5113 ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ആദ്യം പാകിസ്ഥാൻ കൈമാറിയത്. അപ്പം അതിനുശേഷം ആദ്യം കാരക്കോറം ഹൈവേ എന്നുള്ള തലത്തിൽ തുടങ്ങുകയും അത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറായിട്ട് ഇന്നിപ്പോൾ ഏതാണ്ട് 3000 കിലോമീറ്റർ നീളമുള്ള ഇൻ്റർനാഷണൽ ഹൈവേ, അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ചൈന നിർമ്മിച്ചതാണ്. ഏതാണ്ട് 68 ബില്യൺ ഡോളറാണ് പാകിസ്ഥാനിൽ വികസനത്തിന് വേണ്ടിയിട്ട് അതുവരെ ചൈന ഇതുവരെയായിട്ട് നിക്ഷേപിച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടുത്തെ എനർജിയുടെ കാര്യത്തിൽ, ട്രേഡിൻ്റെ കാര്യത്തിൽ, എല്ലാത്തിലും ഇന്ന് ഏതാണ്ട് പരിപൂർണമായിട്ട് ഏതാണ്ട് 78% ആയുധങ്ങളും ചൈനയിൽ നിന്നാണ്
ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത് ആ തരത്തിൽ ചൈനയുടെ താല്പര്യം നമ്മൾ നോക്കണം. ഈ ട്രംപിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയ്ക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല ചൈനീസ് കമ്പനികൾ പലതും ചൈനയിൽ നിന്ന് പിന്മാറുകയും അപ്പം പല കമ്പനികളും ഇന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. വിയറ്റ്നാം, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പുതിയ മേഖലകളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതും ചൈന ഈ മേഖലയിലൊരു സംഘർഷ ഭൂമി ആകുന്നത് ചൈനയുടെ താല്പര്യത്തിന് വളരെ സഹായകമാണ്. ഈ സംഘർഷത്തിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ചൈന പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയും, അതായത് സെക്യൂരിറ്റി കൗൺസിലിലെ 15 അംഗങ്ങളിൽ 13 അംഗങ്ങളും പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച പ്രമേയത്തെ സപ്പോർട്ട് ചെയ്യാതില്ല. അന്ന് വോട്ടെടുപ്പ് നടന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ വാദത്തിന് എതിരായിട്ട്, അതായത് തീവ്രവാദത്തിന് പാകിസ്ഥാൻ കൊടുക്കുന്ന നേരിട്ടുള്ള പിന്തുണയെ സംബന്ധിച്ചിട്ട് 13 അംഗരാജ്യങ്ങളും ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്ക് പാകിസ്ഥാൻ്റെ പ്രതിനിധിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ മറുപടി പറയാൻ കഴിയാതെ വന്നു. അപ്പം ആ ചർച്ച അവിടെ അതൊരു റെസൊല്യൂഷനിലേക്ക്, അത് വോട്ടിങ്ങിലേക്ക് പോയില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ മാത്രമല്ല വളരെ മുന്നേ തന്നെ നമുക്കറിയാം, പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദികൾ, പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ജയ്ഷെ മുഹമ്മദ് പോലെയുള്ള, ലഷ്കർ തൊയ്ബ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ നേതാക്കളെ സെക്യൂരിറ്റി കൗൺസിൽ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം ഇന്ത്യയും അമേരിക്കയും പതിറ്റാണ്ടുകൾ ശ്രമിച്ചിട്ട് പോലും ചൈനയാണ് എല്ലാ കാലഘട്ടത്തിലും അതിനെ വീറ്റോ ചെയ്തത്. അതുപോലെ തന്നെയാണ് കാശ്മീരിൽ, നമ്മൾ 2019 കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തുകൊണ്ട് കാശ്മീരിൽ ഭാരതത്തിൻ്റെ ഭാഗമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത പ്രോസസ്സിനെ പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എതിർത്തത് ചൈനയാണ്. അപ്പം ഈ സംഘർഷത്തിലും ചൈന ഒരിക്കലും നേരിട്ട് വരുന്നില്ല, പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ കേവലം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യക്കെതിരായ മുന്നേറ്റം നടത്തുന്നതെന്ന് നമ്മൾ കാണരുത്. കാരണം ഇതിൽ ആഗോള ഇസ്ലാമിക ഭീകരതയുടെ താല്പര്യവും ആഗോള ഇസ്ലാമിക ഭീകരതയും ചൈനീസ് താല്പര്യവും ഒന്നിച്ച് തന്നെയാണ് പോകുന്നത്. കാരണം നമുക്കറിയാം, ലോകത്തിലെ എല്ലാ ഇസ്ലാമിക രാജ്യവും, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിലെ എല്ലാ രാജ്യങ്ങളും, ഏതാണ്ട് 56 രാജ്യങ്ങളോടൊറ്റും ഏറ്റവും സൗഹൃദമുള്ള ഒരു രാജ്യമാണ് ചൈന. ഉദാഹരണത്തിന് ചൈനയിലൊരു പ്രവിശ്യയിൽ, സിൻജിയാങ് പ്രവിശ്യയിൽ റംസാൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന് യാതൊരു തരത്തിലുള്ള മതപരമായ ആഘോഷങ്ങളോ ആചരണങ്ങളോ നടത്താൻ അനുവദിക്കാതെ വളരെയധികം മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഇസ്ലാമിക രാജ്യം പോലും അപലപിക്കാറില്ല. പക്ഷേ അതേസമയം കാശ്മീർ വിഷയം വരുമ്പോൾ OICയിലെ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനോടൊപ്പമാണ്, അല്ലെങ്കിൽ കാശ്മീരിനോടൊപ്പമാണ്. അപ്പം ഭാരതത്തിൻ്റെ ഭാഗമായി മാറിയ കാശ്മീർ, ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ കണ്ടത് ആദ്യമായിട്ടാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാശ്മീരിൽ ജനത ഒറ്റക്കെട്ടായിട്ട് പാകിസ്ഥാന് എതിരായിട്ട് അണിനിരുന്നത്. സാധാരണ ഒരിക്കലും നമ്മൾ കാശ്മീരിലൊരു ജനകീയ മുന്നേറ്റം, അതും ദേശീയ പതാക ഏറ്റുവാങ്ങി ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപോലെ ജനങ്ങൾ മുന്നിൽ വന്നു. കാരണം കഴിഞ്ഞ 6 വർഷം കാശ്മീരിലുണ്ടായ വികസന മുന്നേറ്റം, സാമൂഹ്യ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്. അപ്പം അവിടെ നടന്ന 3 തെരഞ്ഞെടുപ്പുകൾ, അതായത് നിയമസഭയിലും പാർലമെൻറ്റിലും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിനേക്കാളും വലിയ ജനപിന്തുണയാണ്, അല്ലെങ്കിൽ പങ്കാളിത്തമാണ് ഉണ്ടായത്. ആ തരത്തിൽ കാശ്മീർ ജനാധിപത്യ പ്രക്രിയയിലൂടെ, വികസന പ്രക്രിയയിലൂടെ മുന്നോട്ട് വരികയും ഇന്ത്യയിലെയും ലോകത്തിലെയും ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ഒഴുകുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യവും കൂടെ കണ്ടെത്തുകയും, മാത്രമല്ല ഭാരതം ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും ശക്തമായി വളർന്നു വരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഈ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്നത് ചൈനയാണ്. അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, ഡീപ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മേഖലകളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. അപ്പം ബംഗ്ലാദേശിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ പുറത്താക്കിക്കൊണ്ട് അവിടെ ഒരു ഭീകരവാദ ജമായത്തെ ഇസ്ലാമി സർക്കാരിനെ പ്രതിഷ്ഠിക്കാൻ ഡീപ് സ്റ്റേറ്റ് അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയിൽ തന്നെയാണ് വന്നത്. അവരുടെ കരങ്ങളും ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം ഭാരതത്തെ എല്ലാ കാലത്തും ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു. യെസ്